ഹലോ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു നോസ് സ്ട്രിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും എൻ്റെ മൂക്കിൽ എത്രത്തോളം മൈറ്റഡ്സ് ആണുള്ളതെന്നുള്ളത്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോസിലും ഹിപ്പ് ഹോപ്പിൻ്റെ നോസ് സ്ട്രിപ്പിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പാക്കേജിനകത്ത് 10 സ്ട്രിപ്സാണ് വരുന്നത്. ഞാൻ 215 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 10 സ്ട്രിപ്സ് ഓരോ കുട്ടി കുട്ടി പാക്കറ്റുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ സ്ട്രിപ്സ് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കോട്ടണിൽ മുക്കിയിട്ട് എൻ്റെ മൂക്ക് കുറച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്ന് വെറ്റായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നോസ് നല്ലപോലെ വെറ്റ് ചെയ്ത ശേഷം ഞാൻ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് ഈ സ്ട്രിപ്പ് എടുത്ത് എൻ്റെ മൂക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം എന്നെ കാണാൻ വേണ്ടിയിട്ട് CD മൂസയിലെ തുറപ്പം കൊച്ചുണ്ണിയില്ലേ, അതേ ലുക്കായിരുന്നു. ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഇളക്കി നോക്കാൻ വേണ്ടിയിട്ട്. ഇതെടുക്കുമ്പോൾ വലിയ വേദനയൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് വേദന എടുക്കും കേട്ടോ. ഇത് പശയല്ലേ, അപ്പോൾ അത് എടുക്കുന്നതിൻ്റെ ഒരു വേദന നമുക്കുണ്ടാവും, അല്ലാതെ വലിയ വേദനയൊന്നുമില്ല. മുൻപ് ഞാൻ കുറച്ച് പീൽ ഓഫ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് വലിയ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്കിൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഫീലാവും. മൂക്കിലെ മുഴുവൻ വൈറ്റഡ്സും വന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു 75% ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. എനിക്കിതിന് മുന്നേ ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ 1-2 വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതിലേതോ ഒന്നിൽ ഈ സ്ട്രിപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിലാണ് ഞാനും ഇത് വെറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ പണിയായി ഗൈസ്. വെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു അപാകത തോന്നിയിട്ട് ഞാൻ അതൊന്ന് എടുത്ത് നോക്കിയതാണ്. അതിൽ ആ ബ്ലാക്ക് കളർ ഫുൾ എൻ്റെ ഫേസിലായിട്ടുണ്ടായിരുന്നു. ആ സ്ട്രിപ്പിലെ ഗമ്മാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒന്ന് വല പോലെ വന്ന് കണ്ടിട്ട് ഞാൻ ആദ്യമേ ഒന്ന് പാനിക്കായിപ്പോയി. ഇത് ശരിക്കും പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വീണ്ടും തുടച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അബദ്ധമൊന്നും പറ്റാതിരിക്കട്ടെ. ബൈ.